തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ പ്രചാരണം ശക്തമായ കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 40 ദിവസമാണ്. വേനൽ ചൂടിലും പ്രചാരണം ശക്തമാക്കാനാണ് മുന്നണികളുടെ ശ്രമം. പൗരത്വ ഭേദഗതി നിയമവും സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. ഏപ്രിൽ 26-നാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ 4-ന്. 2019 തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 മണ്ഡലങ്ങളിലും UDF വിജയിച്ചു. ആലപ്പുഴ മാത്രമാണ് CPM-നൊപ്പം നിന്നത്. സിറ്റിംഗ് എംപിമാരെ പരിഗണിച്ചും രാഹുൽ ഗാന്ധി ഉയർത്തിയുമാകും കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രം. പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് ഡോക്ടർ ശശി തരൂർ. എല്ലാവർക്കും എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം, ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്. ജൂൺ 4-ാം തീയതി നമുക്ക് അറിയും എന്തായിരിക്കും, ആരായിരിക്കും ഭാരതത്തിനെ ഭരിക്കാൻ പോകുന്നത്. പൗരത്വ ഭേദഗതി നിയമം, BJPയുടെ വർഗീയ അജണ്ട, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം എന്നിവയാണ് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ CAA നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കേരളത്തിൽ മത്സരിക്കാനെത്തിയത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തുലച്ചെന്നും കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ ഭരണാനുകൂല തരംഗമുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPക്കൊന്നും ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത, ഇന്ത്യൻ പ്രധാനമന്ത്രി 10 സീറ്റ് കിട്ടും, 2 അക്ക നമ്പറിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ നടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാനാണ് BJPയുടെ ശ്രമം. 2 അക്കം കേരളത്തിൽ നിന്നുണ്ടാകുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. തൃശൂരും തിരുവനന്തപുരവുമാണ് BJP ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള കൂടുമാറ്റം അനുകൂലമാകുമെന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. പുതുതലമുറ ദേശം എന്ന് പറയുന്ന, രാജ്യം എന്ന് പറയുന്ന വിചാരത്തിലേക്ക്, ദേശം എങ്ങനെ പങ്കുചേരണം എന്ന് പറയുന്ന ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് പ്രധാനമന്ത്രി ആദ്യം സൂചിപ്പിച്ചത്. തരും എന്നാണ് ഉറച്ച വിശ്വാസം. SFIക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, അഴിമതി ആരോപണങ്ങൾ, സപ്ലൈകോ പ്രതിസന്ധി, മനുഷ്യ വന്യജീവി സംഘർഷം, ക്ഷേമ പെൻഷൻ മുടങ്ങൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാകും. 24 തിരുവനന്തപുരം.